അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻഫിഖൂ ഫീ സബീലില്ലാഹി വലാ തുൽഖൂ ബിഐദീകും ഇലത്ത് തഹ്ലുകതി വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഈ ആയത്തുകളൊക്കെ ഹുദൈബിയ സന്ധിയുടെ കാലഘട്ടത്തിലാണ് അവതരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ അത് പവിത്ര മാസത്തിലാണെങ്കിൽ പാടുണ്ടോ എന്നുള്ള ഒരു സംശയം സ്വഹാബികൾക്കുണ്ടായിരുന്നു. അങ്ങനെ സംശയമുണ്ടാകാൻ കാരണം ഹിജ്റ 6-ാം വർഷത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പോകുന്നത്. മക്കയിൽ നിന്ന് പ്രവാചകനെയും ആളുകളെയും നേരത്തെ പുറത്താക്കിയതാണ്. ഒരിക്കലും മക്കക്കാർ പ്രവാചകനെയോ പ്രവാചകൻ്റെ ആളുകളെയോ മക്കയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2000-ഓളം ആളുകളെയും 70 ഒട്ടകത്തോളവും തയ്യാറാക്കിക്കൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതറിഞ്ഞിട്ട് മക്കക്കാർ പ്രവാചകനെ തടയാനും പ്രവാചകനെതിരെ നീങ്ങാനും തീരുമാനിച്ചു. ഈ കാര്യങ്ങളൊക്കെ പ്രവാചകനും അറിഞ്ഞിരുന്നു. പ്രവാചകൻ ഉംറ ഉദ്ദേശിച്ചാണ് പോകുന്നത്, യുദ്ധം ഉദ്ദേശിച്ചല്ല. അഥവാ അക്രമം നടക്കുകയാണെങ്കിൽ, അഥവാ യുദ്ധം നടക്കുകയാണെങ്കിൽ തിരിച്ചെന്ത് ചെയ്യണം എന്ന വിഷയത്തിലൊക്കെ സ്വഹാബികൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് അവർ പവിത്ര മാസത്തിലെ യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചത്. യസ്അലൂനക അനിൽ അഹില്ല, ആ മാസങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് ഹജ്ജിനുള്ള മാസമാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറഞ്ഞു, വഖാത്തിലു ഫീ സബീലില്ലാഹില്ലദീന യുഖാത്തിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരെ അവർക്കെതിരിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. വലാ തഅ്തദു, നിങ്ങൾ പരിധി ലംഘിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായിട്ട് ഒത്തുപോകുമ്പം പ്രവാചകൻ്റെ ഉദ്ദേശം യുദ്ധമല്ല. എന്നാൽ തിരിച്ചവർ യുദ്ധം ചെയ്യുകയോ തടയുകയോ ഒക്കെ ആണെങ്കിൽ, അഥവാ ഒരു യുദ്ധം അനിവാര്യമാകുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ പ്രവാചകനോടും സഹാബികളോടും അള്ളാഹു പറയുന്നു, ഈ പവിത്ര മാസത്തിലും നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. എന്നാൽ അവർ യുദ്ധം ചെയ്യുന്നില്ല, അവർ നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ വലാ തുഖാത്തിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ഹത്താ യുഖാത്തിലൂക്കും, അവർ യുദ്ധം ചെയ്യാതെ, അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാതെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ തിരിച്ചവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നൽകുന്നത്. ആ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ധിയിലേർപ്പെട്ടു. അവർ പ്രവാചകനെ അനുവദിച്ചില്ല, പകരം അവരൊരു സന്ധിക്ക് വേണ്ടി തയ്യാറായി. ആ സന്ധിയാണ് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി എന്നറിയപ്പെടുന്നത്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ധിയിലെ നിർദ്ദേശപ്രകാരം മടങ്ങിപ്പോവുകയും അടുത്ത വർഷം ഉംറയ്ക്ക് വേണ്ടി വരികയുമാണ് ഉണ്ടായത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ സന്ധി ലംഘിക്കപ്പെടുകയാണ്. ആ സന്ധിയിലെ ഒരു ഒരു കരാറനുസരിച്ച് പ്രവാചകൻ്റെ കൂടെയോ മക്കയിലെ ഖുറൈശികളുടെ കൂടെയോ ഏത് ട്രൈബിനും ജോയിൻ ചെയ്യാനുള്ള ഒരവസരം ആ സന്ധി നൽകിയിരുന്നു. അതുപ്രകാരം ബനൂ ബക്കർ എന്ന ഗോത്രം മക്കക്കാരോടും ഖുറൈശികളോടൊപ്പം ചേരുകയും ബനൂ ഖുസാ എന്ന ഗോത്രം പ്രവാചകനോടൊപ്പം ചേരുകയും ചെയ്തു. പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ രണ്ട് ഗോത്രവും തമ്മിൽ നേരത്തെ ശത്രുതയുള്ളവരാണ്. പക്ഷേ ഈ സന്ധിക്ക് ശേഷം ബനൂ ബക്കർ എന്ന ഗോത്രം ബനൂ ഖുസാ ഗോത്രത്തെ ആക്രമിക്കുകയും അവരുടെ ആളുകളെ വധിക്കുകയും ഒക്കെ ചെയ്തു. അവർ മസ്ജിദുൽ ഹറാമിൽ അഭയം പ്രാപിച്ചിട്ട് പോലും അവരെ ആക്രമിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 നിർദ്ദേശങ്ങൾ നൽകി മക്കക്കാർക്ക്.
ഒന്നാമത്തത് ബനു ഖുസാക്ക് ബ്ലഡ് മണി നൽകണം. അവരെ അറ്റാക്ക് ചെയ്ത് അവരുടെ ആളുകളെ കൊന്നതിന് പകരമായിട്ട് അവർക്ക് പകരം നൽകണം. ഒന്നുകിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ബനു ബക്കർ ഗോത്രവുമായിട്ട് മക്കയിലെ ഖുറൈശികൾക്കുള്ള ബന്ധത്തെ അവസാനിപ്പിക്കണം, അവരെ ഡിസ്മിസ് ചെയ്യണം. ഇനി അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ കരാർ ഹുദൈബിയ സന്ധി ഒഴിവാക്കണം. കരാറിലെ ടേംസ് ഒന്നും ഇനി വാലിഡ് അല്ല. അങ്ങനെ പ്രവാചകനുമായിട്ട് അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് മക്കക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ വലിയ ചരിത്രമുണ്ട്. പക്ഷേ ബനു ബക്കറിനെ കൈയൊഴിയാനോ ബനു ഖുസാക്ക് ബ്ലഡ് മണി നൽകാനോ ഒന്നും അവർ തയ്യാറായില്ല. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാർ ഒഴിവാക്കുന്നത്. അതിനെ തുടർന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആളുകളുമായിട്ട് മക്കയിലേക്ക് പോകുന്നതും മക്ക വിജയം സംഭവിക്കുന്നതും. അതിനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ആയത്താണ് ഈ ആയത്ത്. ഇതിൽ അള്ളാഹു ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് നൽകിയ നിർദ്ദേശമാണ്. ആ സമയത്ത് ഒരു യുദ്ധം ആസന്നമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നും അതുപോലെ യുദ്ധത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതാണ് വൻഫിഖു ഫീ സബീലില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കൂ, നിങ്ങൾ ചെലവഴിക്കൂ, നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പത്തും ശരീരവും ഒക്കെ ചെലവഴിക്കൂ. വലാ തുൽഖൂ ബി ഐദീക്കും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് എറിയരുത്. ഇതിനെക്കുറിച്ച് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അന്നൽ ഇൽഖാ ബിൽ യദി ഇല തഹ്ലുക ഹുവ തർക്കുൽ ജിഹാദി ഫീ സബീലില്ല, കരത്തെ നാശത്തിലേക്ക്, കൈകളെ നാശത്തിലേക്ക് തള്ളരുത് എന്ന് പറഞ്ഞത് ഹുവ തർക്കുൽ ജിഹാദി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ്. വന്നൽ ആയത്ത നസലത്ത് ഫീ ദാലിക്, ഈ ആയത്തിറങ്ങിയത് അതിനെക്കുറിച്ചാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് വേണ്ടി ചെലവഴിക്കൂ. സബീലില്ല ഉദ്ദേശിക്കുന്നത്, സബീലുള്ള എന്ന പദം ഖുർആനിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കൂ. വലാ തുൽഖൂ ബി ഐദീക്കും ഇല തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ എറിയരുത്, അഥവാ ജിഹാദ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നാശമടയരുത്. വഹ്സിനു, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെറ്ററായ രീതിയിൽ ചെയ്യൂ, ഏറ്റവും ബെറ്ററായ രീതിയിൽ ധനം ചെലവഴിക്കുകയും ഏറ്റവും ബെറ്ററായ രീതിയിൽ ജിഹാദിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യൂ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഏറ്റവും ബെറ്ററായ രീതിയിൽ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇത് പറഞ്ഞിട്ട് പിന്നെ ഹജ്ജിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം അവർ പുറപ്പെട്ടത് ഉംറക്കും ഹജ്ജിനൊക്കെ വേണ്ടിയാണ്. ഇതിനെ തുടർന്നിട്ട് അള്ളാഹു പറയുന്നു വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. ഫൈൻ നുഹ്സിർത്തും, നിങ്ങൾ തടയപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഹജ്ജിനോ ഉംറക്കോ പുറപ്പെട്ടിട്ട് നിങ്ങൾ തടയപ്പെട്ട് കഴിഞ്ഞാൽ, തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫമസ്തൈസറ മിനൽ ഹദിയ്, ഹദിയിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടത്. ഹദി എന്ന് പറഞ്ഞാൽ ബലിമൃഗം, ബലിയറുക്കാൻ വേണ്ടി നിങ്ങൾ നിശ്ചയിച്ച മൃഗം, അതിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടത്, അങ്ങനത്തെ ഒരു ബലിമൃഗത്തെ നിങ്ങൾ ബലി നൽകണം. അതായത് നിങ്ങൾ ഹജ്ജ് നിയ്യത്താക്കി, എന്നാൽ ഹജ്ജിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ബലിമൃഗത്തെ അറക്കണം. ഹജ്ജ് ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ ഉംറ ഉദ്ദേശിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ഉദ്ദേശിച്ച് പോയ സമയത്ത് ഹുദൈബിയയിൽ വെച്ച് തടയപ്പെടുക, ഹുദൈബിയയിൽ വെച്ച് സന്ധി ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ബലി അറുത്തുകൊണ്ടാണ് പിരിഞ്ഞത്. വലാ തഹ്ലിഖു റുഊസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, നിങ്ങളുടെ തലയെ വലാ തഹ്ലിഖു, നിങ്ങൾ മുടിമുറിക്കരുത്, തലയിലെ മുടിമുറിക്കരുത്. ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല, ബലിമൃഗം അതിൻ്റെ സമയത്തും അതിൻ്റെ സ്ഥാനത്തും എത്തുന്നത് വരെ. മഹില്ല രണ്ടും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നതാണ് വ്യാഖ്യാനം, സമയവും സ്ഥാനവും. ബലി അറക്കേണ്ട സമയമെത്താതെ, ബലിമൃഗത്തിൻ്റെ സ്ഥാനത്തെത്താതെ നിങ്ങൾ തലമുണ്ടനം ചെയ്യരുത്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ വേണ്ടിയാണ് തലയിലെ മുടി മുറിക്കുന്നത്. ഹജ്ജിനോ ഉംറക്കോ നിയ്യത്താക്കിയ ആൾ ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടി വസ്ത്രം മാറി, കുളിച്ച് വസ്ത്രം മാറി 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഹജ്ജിലേക്കും ഉംറയിലേക്കും പ്രവേശിക്കുന്നത്. അതിനാണ് നമ്മൾ ഇഹ്റാം എന്ന് പറയുന്നത്. അതിനുശേഷം പല സംഗതികളും അള്ളാഹു അനുവദിക്കുന്നില്ല.
ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ വേണ്ടിയാണ് തലമുടി മുറിക്കുന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുടി മുറിക്കാനോ നഖം വെട്ടാനോ ഒന്നും പാടില്ല. ഇങ്ങനെ മുടി മുറിക്കാനുള്ള അനുവാദമുള്ളത് ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കർമ്മത്തിൽ നിന്ന് വിരമിക്കാൻ അവസാനത്തെ കർമ്മമാണ് ബലി. ബലി നൽകിയിട്ട് പിന്നെ നിങ്ങൾക്ക് മുടി മുറിച്ചുകൊണ്ട് വിരമിക്കാം. ഫമൻകാന മിൻകും മരീളൻ, നിങ്ങളിൽ നിന്നാരെങ്കിലും രോഗിയായി, ഔ ബിഹി അദമ്മിർ റഇസി, അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മുടി മുറിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അക്കാലത്തൊക്കെ കപ്പിങ്ങൊക്കെ ചെയ്യാൻ, ഹിജാമയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തലയിലെ മുടിയൊക്കെ മുറിച്ച് അങ്ങനെ പ്രയാസം നേരിട്ട ആൾ തലമുടി മുറിക്കുകയാണെങ്കിൽ, അങ്ങനെ മുറിക്കേണ്ടി വരികയാണെങ്കിൽ ഈ കർമ്മങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഫിദിയത്തും മിൻ സുയാമിൻ, നോമ്പ് ഫിദിയയായിട്ട് പ്രായശ്ചിത്തമായിട്ട് നോമ്പെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 3 നോമ്പാണ് എടുക്കേണ്ടത്. ഖുർആനിൽ അതിൻ്റെ വിശദാംശം പറയുന്നില്ല, റസൂലിൻ്റെ ഹദീസിൽ 3 നോമ്പാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഔ സ്വതക്ക, അല്ലെങ്കിൽ സ്വതക്ക നൽകണം. അതിൻ്റെയും വിശദാംശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 6 മിസ്കീനുകൾക്ക് 2 മുദ്ദ് വെച്ചിട്ട് ഭക്ഷണം നൽകണം എന്നതാണ്. ഔ നുസുക്കിൻ, അല്ലെങ്കിൽ ഒരു ബലി നൽകണം അതിന് പ്രായശ്ചിത്തമായിട്ട്. അതൊരാടാണ് നൽകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഫൈദ അമിൻതും, നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ, യുദ്ധാവസ്ഥയിലൊന്നുമല്ല, നിങ്ങൾ നിർഭയാവസ്ഥയിലാണ്, വളരെ സൗകര്യപ്പെടുന്ന ഒരവസ്ഥയിലാണ്, അങ്ങനത്തെ ഒരു സമയത്താണെങ്കിൽ ഫമൻ തമത്ത അബിൽ ഉംറത്തി ഇലൽ ഹജ്ജ്, ഉംറ ചെയ്ത് ഹജ്ജ് വരെ അവൻ ഉംറയിൽ നിന്ന് വിരമിച്ച് വളരെ സാധാരണ രീതിയിൽ നടക്കുകയാണെങ്കിൽ, തമത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾ ഉംറ നിർവഹിച്ച് സുഖമെടുക്കുന്ന പക്ഷം, ഹജ്ജ് വരെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന പക്ഷം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫമസ്തൈസറ മിനൽ ഹദി, സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ അവൻ ബലി നൽകണം. ഹജ്ജ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്നുകിൽ ഹജ്ജ് മാത്രം, അതിനെയാണ് ഇഫ്രാദ് എന്ന് പറയുക, ഹജ്ജ് മാത്രമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യാം, അതിന് ഖിറാൻ എന്നാണ് പറയുക. അല്ലെങ്കിൽ മൂന്നാമത്തതാണ് തമത്തു, അതായത് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഉംറ ചെയ്യുക. ഉംറ എന്ന് പറഞ്ഞാൽ തവാഫും സഅയും മാത്രം ചെയ്താൽ ഉംറയായി. ഉംറ ചെയ്തിട്ട് മുടി മുറിച്ചുകൊണ്ട് ഉംറയിൽ നിന്ന് വിരമിക്കുക, അഥവാ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക. എന്നിട്ട് ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജിന് വേണ്ടിയിട്ട് വീണ്ടും ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജിൽ പ്രവേശിക്കുക. ഇതിനെയാണ് തമത്തു എന്ന് പറയുക. ഇവിടെ അള്ളാഹു പറയുന്നത് അതാണ്. ആരെങ്കിലും സൗകര്യപ്പെടുന്ന സമയം, ഫൈദ അമിൻതും, നിങ്ങൾ നിർഭയരാകുമ്പോൾ, ഫമൻ തമത്ത അബിൽ ഉംറത്തി ഇലൽ ഹജ്ജ്, ഉംറ ചെയ്ത് ഉംറയിൽ നിന്ന് വിരമിച്ച് ഹജ്ജ് വരെ അവൻ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ, ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഹറാമാക്കപ്പെട്ടതൊക്കെ നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ അവൻ ബലി നൽകണം. ഇങ്ങനെ ഈ രൂപത്തിൽ ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജിന് ബലി നൽകണം. അതേസമയം ഹജ്ജ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവർ ബലി നൽകേണ്ടതില്ല. പൊതുവേ നമ്മളൊക്കെ ഹജ്ജ് ചെയ്യുമ്പോൾ തമത്തു ആയിട്ടാണ് ഹജ്ജ് ചെയ്യുക. അതായത് ഹജ്ജിൻ്റെ മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ, ഈ 3 മാസങ്ങളാണ് ഹജ്ജിൻ്റെ മാസം. ഈ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ച് ഹജ്ജിൽ പ്രവേശിക്കാം. ഈ മാസത്തിലാണ് ഹജ്ജിൽ പ്രവേശിക്കേണ്ട മാസങ്ങൾ ഇതാണ്. അങ്ങനെ ഹജ്ജോ ഉംറയോ നിയ്യത്താക്കിക്കൊണ്ട് ഈ മാസങ്ങളിൽ പ്രവേശിക്കാം. അങ്ങനെ ഉംറ നിയ്യത്താക്കി ഉംറയും ഹജ്ജും തമത്തു ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ഉംറ നിയ്യത്താക്കിക്കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് വിരമിക്കും. പിന്നെ ഹജ്ജിൻ്റെ സമയമെത്തുമ്പോൾ ദുൽഹജ്ജ് 8-ാം ദിവസം വീണ്ടും ഇഹ്റാം ചെയ്തുകൊണ്ട് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഉംറ ചെയ്ത് വിരമിച്ച് ദുൽഹജ്ജ് 8 വരെ എത്തുന്ന ദിവസങ്ങളിൽ ഇഹ്റാമിൻ്റെ വസ്ത്രമൊന്നും ആവശ്യമില്ല. കാരണം ഓൾറെഡി ഉംറ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് വിരമിച്ചതാണ്. അവർക്ക് നേരത്തെ വിലക്കപ്പെട്ടതൊക്കെ അനുവദനീയമായി. ഫമല്ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ്, ബലിമൃഗം കിട്ടാത്തവർ അഥവാ അത് തരപ്പെടാത്തവർ, അവർ 3 നോമ്പ് ഹജ്ജിൻ്റെ സമയങ്ങളിൽ എടുക്കണം. ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ്, ഇഹ്റാം ചെയ്തതിന് ശേഷം അറഫ ദിവസം വരെ, ദുൽഹജ്ജ് 9 വരെയുള്ള ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ. ആ സമയങ്ങളിൽ അവർ നോമ്പെടുക്കണം.
വസബഅത്തിൻ ഇദാ റജഅത്തും എന്നീ ഹജ്ജിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ 7 തിൽക്ക അശറത്തും കാമിൽ, അങ്ങനെ 10 നോമ്പ് അതിന് പരിഹാരമായിട്ട് 10 നോമ്പെടുക്കണം. ദാലിക ലിമല്ലം യക്കുൻ അഹ്ലുഹു ഹാദിറിൽ മസ്ജിദിൽ ഹറാം. ഇത് കുടുംബം തൻ്റെ വീട് മസ്ജിദുൽ ഹറാമിൽ മക്കയുടെ പരിധിയിൽ ഇല്ലാത്ത ആളുകൾക്കാണ്. മക്കയിലെ നിവാസികൾക്ക്, ഹറം നിവാസികൾക്ക് തമത്തുആയിട്ട് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അനുവാദമില്ല. കാരണം അത് ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, ഉംറക്കും ഹജ്ജിനും സെപ്പറേറ്റ് വരാൻ കഴിയാത്ത ആളുകൾക്കാണ് അവർ വന്ന് ഉംറ നിർവഹിച്ച് അതിൽ നിന്ന് വിരമിച്ച് പിന്നീട് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത്. മക്ക നിവാസികൾക്ക് ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജ് മാത്രമായിട്ട് ചെയ്യാം. തമത്തുവായിട്ട് അവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം അവർക്ക് ബാധകമല്ല. ദാലിക ലിമല്ലം യക്കുൻ അഹ്ലുഹു ഹാദിറിൽ മസ്ജിദിൽ ഹറാം. ഇത് മസ്ജിദുൽ ഹറാമിൽ താമസിക്കാത്ത ആളുകൾക്കാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകുക. വഅലമു, അറിയുക നിങ്ങൾ, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. പിന്നെയും ഹജ്ജിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് അള്ളാഹു പറയുന്നത്. അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത്. ഹജ്ജ് എന്നത് അറിയപ്പെടുന്ന മാസങ്ങളാണ് ഹജ്ജിൻ്റെ മാസങ്ങൾ. ആ മാസങ്ങളിൽ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കിയാൽ, അഥവാ ആ മാസങ്ങളിൽ ഹജ്ജ് നിയത്താക്കി ഹജ്ജിൽ പ്രവേശിച്ചാൽ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അങ്ങനെ ഹജ്ജിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് റഫസ് പാടില്ല, അഥവാ ഭാര്യാഭർത്തൃ സംസർഗം പാടില്ല. അതുപോലെ അവർക്ക് ഫുസൂഖ് പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, റഫസു അൽ ജിമാ. റഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധമാണ്, സെക്ഷൽ ഇൻ്റർകോഴ്സാണ്. വൽ ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അൽ മആസി, ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളാണ്. വൽ ജിദാലു അൽ മിറാ, ജിദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കമാണ്. അപ്പോൾ ഹജ്ജിൽ പ്രവേശിച്ചാൽ പിന്നെ ഭാര്യാഭർത്തൃ സംസർഗം പാടില്ല, ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ, തിന്മകൾ, അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്കവും പാടില്ല. വമാ തഫഅലു മിൻ ഖൈരിൻ യഅലംഹുല്ലാ, നിങ്ങൾ എന്ത് ഖൈർ ചെയ്താലും അത് അള്ളാഹു അറിയും. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. തസവ്വദു എന്ന് കഴിഞ്ഞിട്ട് അവിടെ തഖ്വ എന്നുള്ളത് ഹദ്ഫാണെന്ന് പറയുന്നവരുണ്ട്. വതസവ്വദു തഖ്വ, നിങ്ങൾ തഖ്വയെ സ്വരുക്കൂട്ടി വെക്കുക. യാത്രയ്ക്ക് വേണ്ടി വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനാണ് തസവ്വദ എന്ന് പറയുന്നത്. സാദ് എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന അന്നപാനീയങ്ങളാണ്. വതസവ്വദു, അവിടെ തഖ്വയുണ്ടെങ്കിൽ വതസവ്വദു തഖ്വ, നിങ്ങൾ തഖ്വയെ സ്വരുക്കൂട്ടി വെക്കുക. യാത്രയ്ക്ക് വേണ്ടിയിട്ട് തഖ്വയാകുന്ന വിഭവം ശേഖരിക്കുക. എന്തുകൊണ്ടാണ്? ഫൈന്ന ഖൈറസ്സാദി, ഏറ്റവും നല്ല യാത്രാ വിഭവം അത്തഖ്വ, അത് തഖ്വയാണ്. വത്തഖൂനി, നിങ്ങൾ എനിക്ക് തഖ്വയുള്ളവരാകൂ. യാ ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ് മുമ്പ് നമ്മൾ വിശദീകരിച്ചാണ്. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പാണ്, കോറാണ്. ഉലുൽ അൽബാബ്, അകക്കാമ്പുള്ളവരെ, ചിന്തിക്കുന്ന, ഗ്രഹിക്കുന്ന ആളുകളെ, അവരോട് അള്ളാഹു പറയുകയാണ്, എനിക്ക് തഖ്വയുള്ളവരാകൂ. ഏറ്റവും നല്ല യാത്രാവിഭവം തഖ്വയാണ്. അതുകൊണ്ട് തഖ്വ സ്വരുക്കൂട്ടിക്കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുക. അടുത്ത 2-3 ആയത്തുകളിലായിട്ട് വീണ്ടും ഹജ്ജിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് വിശദമായിട്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.